അനുഗ്രഹത്തിന് അർഹത എന്നുള്ള പാട്ട് അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ എഴുതിയതാണ്. അന്ന് എന്റെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവ സമയമായിരുന്നു. ഞാനും അവളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അല്പം അസുഖമായിട്ട് തോന്നുന്നു, എന്നെ ആശുപത്രിയിലാക്കണം. അപ്പൊ ആശുപത്രിയിലാക്കാൻ അവിടെ പ്രൈവറ്റ് ആശുപത്രികൾ പല അടുത്തുണ്ട്. പക്ഷെ പ്രൈവറ്റ് ആശുപത്രിയിലാക്കിയാൽ നല്ല തുക ചാർജ് കൊടുക്കണം. എനിക്കതിന് യാതൊരു വഴിയപ്പോഴും. ഗവൺമെന്റ് ആശുപത്രിയിലാക്കിയാൽ ഫ്രീയാണ്. ഗവൺമെന്റ് ആശുപത്രി ഞാൻ താമസിക്കുന്നിടത്തുനിന്നൊരു 5 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ അവളെ ഉടനെ 5 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോകാന്ന് പറയുന്നത് കൊണ്ടുപോയി നിവൃത്തിയുള്ളൂ. ഗവൺമെന്റ് ആശുപത്രിയിലെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ. അപ്പോ എനിക്കതിനുള്ള അവളെ എങ്ങനെ ഒരു കുതിരവണ്ടിയിലോ എല്ലാം കയറ്റി കൊണ്ടുപോകാനുള്ള കാശും കയറ്റി. ഞാൻ വെളിയിലോട്ടിറങ്ങി. ഇപ്പോൾ ഒരു മുസ്ലിം കുതിരവണ്ടിക്കാരൻ, എനിക്ക് മുഹമ്മദീയമുണ്ട് അവിടെ. ഞാൻ അങ്ങനെയോട് പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു പ്രസവ വേദനയാണുള്ളത്, പ്രശ്നമാണ്, ഗവൺമെന്റ് ആശുപത്രിയിലാണ് ആക്കെങ്കിലും എനിക്ക് ഭയങ്കര ഉദ്ദേശിച്ചെങ്കിൽ കാശ് എനിക്ക് ഇപ്പോൾ തരുന്നുണ്ട്, ഞാൻ അപ്പുറം തന്നിരുന്നേ, എന്നെ തിരിയില്ലേ നിങ്ങൾക്ക് ആ പണം അപ്പുറം തന്നിരുന്നു. അങ്ങനെ ഉടനെ പറഞ്ഞു, ഇത് കാശാ പെരുസ്, വാങ്ങിയ അമ്മ കൂട്ടിട്ട് വാങ്ങിയ സീക്കിരം, കാശ് പെരുസ്, മനുഷ്യൻ തന്നെ പെരുസ് എന്ന് പറഞ്ഞ് എന്നെ ഉടനെ കൊണ്ടുവരാൻ പറഞ്ഞ് ആ വണ്ടി കയറ്റി ഞാൻ അവിടെ കൊണ്ട് ഗവൺമെന്റ് ആശുപത്രി ചെന്നു. ഗവൺമെന്റ് ആശുപത്രി ചെന്ന ഉടനെ ഒരു നേഴ്സ് എത്രയാണെന്ന് ചോദിച്ച കാര്യം പറഞ്ഞപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ആ വാതിൽ നിൽക്കുകയായിരുന്നു. ഞാൻ ആ വാതിൽ നിൽക്കുമ്പോൾ നേഴ്സ് പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു, ആളുകൾ ആരെങ്കിലും നിൽക്കக்கூടാതെ, പോ വീട്ടിലേക്ക് പോകും, ആ പാട്ടുന്ന ആളുകളെല്ലാം നിൽക്കാതെ പോ വീട്ടിലേക്ക് പോകുന്നു ഈ നേഴ്സ് പറഞ്ഞു. ആ നേഴ്സ് അത് പറഞ്ഞു, നീക്കണം നിൽക്കണമെന്ന് താല്പര്യം, ഇപ്പൊ പോകെ ആളുകൾ നിൽക്കக்கூടാതെ. അപ്പൊ എന്റെ ഭാര്യ എന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കി. എനിക്കിങ്ങനെ ഒരു ടാറ്റ പറഞ്ഞു. എനിക്കെന്തോ അത് എന്റെ ഹൃദയത്തിൽ എന്നോടൊരു 5 യാത്ര അവൾ പറയുകയാണെന്ന്, എനിക്ക് ഇടി കിട്ടുന്നെന്ന് എനിക്ക് തോന്നുകയാണ്. ഒന്നും പറഞ്ഞില്ല, അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങനെ എന്നെ ടാറ്റ. അതെനിക്ക്, അതായത് ആദ്യത്തെ പ്രസവമാണ്, അനേക പ്രസവത്തോടുകൂടെ മരിക്കാറുണ്ട്, സഹായത്തിനും ആരുമില്ല. ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ തിരിഞ്ഞെന്നോട് ഇങ്ങനെ ഒരു ടാറ്റ പറഞ്ഞിട്ട് അവൾ മുഖം തിരിച്ച് അങ്ങ് നടന്നുപോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഞാൻ വീട്ടിൽ. അന്ന് രാത്രി ഇരുന്ന് എഴുതിയ പാട്ടാണ് ഈ പാട്ടിന് വേറെ ഒരുപാട് കഥയൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. ഇത്രയുള്ള സംഭവം അന്ന് രാത്രി ഞാൻ വീട്ടിൽ നിന്ന് എഴുതിയ പാട്ടാണ്. തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയും എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവളുടെ മരണത്തെ ഉദ്ദേശിച്ചു. അതായത് നീ ആ മരണമാണ് സംഭവിക്കുന്നതെന്ന് വന്നാലും ഞാൻ പതറിയില്ല, നിന്റെ സ്നേഹത്തിന്റെ കൈയുടെ ശാസനയായിട്ട് ഞാൻ സ്വീകരിച്ചുകൊള്ളാമെന്ന് കർത്താവിൽ ആശ്രയിച്ചു. വൻ വിനയെന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവളുടെ ഒരു മരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനൊക്കെ വന്നാലും ഞാൻ നിന്നിൽ ആശ്രയിക്കും, പാരണമായ പാഴ്മണലിൽ കലശയിൽ ഞാനും നിന്നോടുകൂടെ ചേർന്നുകൊള്ളൂ. അങ്ങനെ അന്ന് രാത്രി എഴുതിയ പാട്ടാണ്.